യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നീ എനിക്ക് എല്ലാത്തിനും മതിയായവൻ. നീ എനിക്ക് സകലത്തിനും സകലത്തിനും വലിയ കർത്താവ്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. കരങ്ങൾ ഉയർത്തി പാടാം. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിരുന്നു. സ്തോത്രഗാനത്തിന്റെ ഈരടികൾ ഞാൻ ഏറ്റുപാടും. യേശുവേ, എൻ്റെ കർത്താവേ, നീ എനിക്ക് സകലത്തിനും മതിയായവൻ, എൻ്റെ നല്ല ദൈവം. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. കരങ്ങൾ ഉയർത്തി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യേശു എല്ലാത്തിനും മതിയായവനെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, 1981 ചെങ്ങന്നൂരിനടുത്ത് ആഞ്ഞിലിമൂടി ജംഗ്ഷനിലാണ് എൻ്റെ വീട്. അവിടെ ഞാനൊരു മോനെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഗിറ്റാർ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ മോൻ അവിടെ ഇല്ല, ടൗണിലേക്ക് പോയിരിക്കുന്നു, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ആ സമയമെല്ലാം എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വളരെ ആകുല ചിന്ത എന്നെ ഭരിച്ചിരുന്നു. നാളെ എന്തായിത്തീരുന്നുള്ള വലിയൊരു ചിന്താകുലം എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ആ മോൻ്റെ ഗിറ്റാർ ഞാൻ ഓപ്പൺ സ്ട്രിങ് ഇത്രയും ഈ മേജർ ഇങ്ങനെ സ്ട്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൻ വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2 വരികൾ കിട്ടി. യേശുവേ എൻ്റെ ദൈവമേ, നീ എനിക്ക് എല്ലാത്തിനും മതിയായവൻ. ഇതായിരുന്നു ആ വരി. ഞാൻ വിചാരിച്ചു, എന്താണ് ഞാൻ ഈ പാട്ടിന് ഇങ്ങനെ ഒരു വരികൾ കിട്ടാൻ കാര്യം? അതിനു മുമ്പ് ഞാൻ പാട്ടുകൾ എഴുതിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ട് ആ വരികൾ ഇങ്ങനെ പാടി പാടി സമയം കളഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ മകൻ വന്നു. ഡോക്ടർ ജോർജ് തരകൻ്റെ മകൻ രാജു തരകൻ.
ജോബി പോസ്റ്റ് അറിയും. ഇപ്പോൾ USA ആ മകൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ മകനെ അന്ന് പഠിപ്പിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ മറന്നുപോയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ടായി ഈ പാട്ട് പിന്നെയും പാടിക്കൊണ്ടിങ്ങനെ സമയങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ പാട്ടുകൾ മുഴുവൻ എഴുതി, എൻ്റെ സ്റ്റാൻസാസ് എല്ലാം എഴുതി. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് അവൻ്റെ നാമത്തിന് വേണ്ടി മുന്നേറുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന കാലയളവായിരുന്നു അന്ന്. സ്തോത്രം, ഹല്ലേലൂയ. യേശു എനിക്ക് സകലത്തിനും മതിയായവനാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ച് തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ചുവടുകൾ വെക്കാനായിട്ട് തീരുമാനിച്ച സമയത്താണ് ഈ ഗാനം രചിക്കുന്നത്. ആ പാട്ട് അവസാനമായിട്ടാണ് നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള അതിൻ്റെ പല്ലവി എഴുതി തീർക്കുന്നത്. അന്ന് ഞാൻ കോടുകുളഞ്ഞി എന്ന സ്ഥലത്ത് ഇന്ത്യ സുവാർത്താ സമിതി എന്നൊരു പ്രസ്ഥാനമുണ്ടായിരുന്നു. അവിടെ മ്യൂസിക് ഡയറക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈബിൾ കോളേജും അതോടൊപ്പം സെക്കുലർ കോളേജും, ഡിഗ്രി എടുക്കാം, ബൈബിൾ ഡിഗ്രി എടുക്കാം. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ 300 പേരടങ്ങുന്ന സ്ഥാപനത്തിലെ പാട്ടുകൾ പഠിപ്പിക്കുന്ന, പ്രൈസ് ആൻഡ് വർഷിപ്പ് പഠിപ്പിക്കുക, കുട്ടികളെ സംഗീത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുക, ഇതായിരുന്നു എൻ്റെ ദൗത്യം. അവിടെ എല്ലാ വ്യാഴവും എല്ലാ ചൊവ്വായും ഗോസ്പൽ മീറ്റിങ്സ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ഞാൻ ഓരോ മണിക്കൂർ സംഗീത ശുശ്രൂഷ ചെയ്യാറുണ്ടായിരുന്നു. ഈ പാട്ട് ആദ്യമായിട്ട് കോടുകുളഞ്ഞിലെ ഇന്ത്യ സുവാർത്താ സമിതി എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ പാടുകയുണ്ടായി. പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സഹപ്രവർത്തകരും കുട്ടികളും എല്ലാം പറഞ്ഞു, നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരാൾ പറഞ്ഞു, പാട്ട് നല്ലതാണ്, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഇത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ സാഹചര്യത്തിൻ്റെ ഗൗരവം ഞാനും ചിന്തിച്ചത്. ഇനി 1 മാസം കൂടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലിയുള്ളൂ. ഈ പ്രസ്ഥാനം കോടുകുളഞ്ഞിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നൊരു വാർത്ത കേൾക്കുവാനിടയായിത്തീർന്നു. നോട്ടീസ് ലഭിക്കുവാനിടയായിത്തീർന്നു. അവിടെയാണ് എനിക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉടലെടുക്കുവാനിടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സെക്കുലർ ഫീൽഡിൽ ഗാനമേളയ്ക്കും നാടകത്തിനുമൊക്കെ ഗിറ്റാർ പ്ലെയറായിട്ട് വായിച്ച് നടന്നപ്പോൾ പ്രോഗ്രാം കിട്ടുമായിരുന്നു, പണവും കിട്ടുമായിരുന്നു, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കരുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്ത് കർത്താവിനെ രക്ഷകനായി ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്. നാളെ എന്തായിത്തീരും? പ്രൈസ് ദി ലോർഡ്. ജോലി നഷ്ടപ്പെടുകയാണല്ലോ. അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഏകദേശം 9 മണിയായപ്പോൾ കോടുകുളഞ്ഞി എന്ന സ്ഥലത്ത് നിന്ന് ചെങ്ങന്നൂരേക്ക് പോകാനായിട്ട് രാത്രിയിൽ 10 മണിക്ക് ഞാൻ വാഹനം കാത്തു നിൽക്കുന്നു. വണ്ടികളൊന്നും വരുന്നില്ല. ഇന്നത്തെ പോലെ 81-ലാണ്, 45 വർഷത്തിന് മുമ്പുള്ള കഥയായി പറയുന്നത്. ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയൊന്നും അത്ര അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? കോടുകുളഞ്ഞിൽ നിന്ന് നടന്ന് ചെങ്ങന്നൂർ വരെ രാത്രിയിൽ നടന്നു ഒറ്റയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. ആ നടന്നു പോകുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നറിയാവോ? അടുത്ത ആഴ്ച മുതൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിവിടെ പ്രോഗ്രാമില്ല, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഈ ആകുല ചിന്ത എന്നെ ഫലിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെയും ഞാൻ നടന്ന വീട്ടിൽ 10:30 മണിയായപ്പോൾ വീട്ടിൽ ചെന്നു. ആഞ്ഞിലിമൂട് ജംഗ്ഷനിലുള്ള വീട്ടിൽ ചെന്ന് എൻ്റെ മാതാവ് പറഞ്ഞു, മോനെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് ഒരു എഴുത്ത് കൂടെ കൊണ്ടുവന്നു. മോനെ എഴുത്തൊന്നും വന്നായിരുന്നു പറഞ്ഞു. ഞാൻ ഇടത്ത് കണ്ടെടുത്ത് നോക്കി. എന്താണെന്ന് നോക്കിയപ്പോൾ സാധാരണ ഒരു കത്തൊന്നുമില്ല, കൂട്ടുകാരുടെ എഴുത്തൊന്നുമില്ല. നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു സർക്കാരിൻ്റെ എന്തോ ഒരു ഇടപാടാണല്ലോ. ഞാൻ പെട്ടെന്ന് ആഹാരം കഴിപ്പ് നിർത്തി അത് പൊട്ടിച്ച് നോക്കി. കേരള ഗവൺമെൻറ് സർവീസ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പബ്ലിക് സർവീസ് ഓഫീസിൽ നിന്നും ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറായിരുന്നു. പ്രൈസ് ലോർഡ്. കേരള ഗവൺമെൻറ് സർവീസിൽ എനിക്ക് ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡറായിരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒരു വാതിലടയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഇനി ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹലോ. 1 പത്രോസ് 5:7 നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. ഒരിക്കലും നമ്മുടെ ചിന്താകുലങ്ങൾ നമ്മുടെ തലയിൽ മേൽക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ തലയിലിട്ടാണ്? കർത്താവിൻ്റെ തലയിൽ. നമ്മുടെ ഭാരങ്ങൾ വഹിച്ചവനാണ് യേശു. നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കിയവനാണ് യേശു. നമ്മുടെ ദുഃഖങ്ങൾ നീക്കിയവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 4:6 വായിക്കുന്നു,
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അവനെ അറിയിക്കുക അത്രേ വേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ അച്ചായ, പ്രിയ പിതാവേ, എൻ്റെ ഭവനത്തെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് യേശുവിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമം നീ ചുമലിലൊടുക്കിലെടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ സമർപ്പിക്കുക. അവൻ പോറ്റി പുലർത്തുന്ന കർത്താവാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അനേക ദൈവമക്കൾ ഈ പാട്ട് കേട്ടുപാടി ഇന്ന് യൂട്യൂബിൽ ഇൻ്റർനെറ്റിൽ നിന്ദാനം ഞാനെന്ന് ടൈപ്പ് ചെയ്താൽ 250-ലധികം പോസ്റ്റിങ്ങൾ വിവിധ ശബ്ദത്തിൽ, വിവിധ ഓർക്കസ്ട്രേഷനിൽ, വിവിധ സംഗീതോപകരണങ്ങൾ വായിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.